ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. ഇത് ഹൈദരാബാദിൻ്റെ ഒരു ട്രഡീഷണൽ ഡിഷ് കൂടിയാണ്. കുക്കിംഗ് മെത്തേഡിൻ്റെ കാര്യത്തിലും ചേരുവകളുടെ കാര്യത്തിലായാലും മലബാർ ബിരിയാണിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒന്നാണ് ഈ ബിരിയാണി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹൈദരാബാദി ബിരിയാണിയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് സവാള. ഞാനിവിടെ ഒരു 4 സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണത്. നന്നായി ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ഉരുളി അടുപ്പിലേക്ക് വയ്ക്കാം. ഉരുളി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1.25 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കേണ്ടത്. സാധാരണ ബിരിയാണിക്ക് നമ്മൾ കോക്കനട്ട് ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. നെയ്യ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. സവാളയുടെ നിറമൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് സവാള എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്ക് സവാള കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സവാള ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എണ്ണ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് വളരെ കുറച്ച് എണ്ണ മാത്രമേ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളൂ. ഹൈദരാബാദി ബിരിയാണിക്ക് വേണ്ടി നമ്മൾ സാധാരണ നീളമുള്ള റൈസാണ് ഉപയോഗിക്കുന്നത്. നീളമുള്ള ബസ്മതി റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കിലോ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ ബസ്മതി റൈസിന് 1 കിലോ ചിക്കൻ. ആ ഒരു കണക്കിലാണ് നമ്മളിവിടെ ബിരിയാണി തയ്യാറാക്കുന്നത്. 5-6 പ്രാവശ്യം നമുക്ക് അരി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3/4 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വെക്കണം. അരി നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ അരിക്ക് കുറച്ചും കൂടി നീളം വയ്ക്കും. അതുപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള 1 കിലോ ചിക്കനാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എടുക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ചിക്കൻ്റെ പീസസൊക്കെ നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല എരിവുള്ള പച്ചമുളക് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അടുത്തതായി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുക്കണം. ഷാജീരാന്നോ സാജീര എന്നൊക്കെ പറയും. അത് നമ്മൾ ഹൈദരാബാദി ബിരിയാണിയിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു വലിയ കഷ്ണം പട്ട ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 2 ടേബിൾ സ്പൂൺ വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പുതിനയില വളരെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഈ മസാലകളെല്ലാം ചിക്കൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ മിക്സിലേക്ക് നമുക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. 2 ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. സവാള ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം സവാള എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചിക്കൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അര കപ്പ് വെള്ളവും ചേർത്ത് ഈ ചിക്കൻ മസാല നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് എരിവുമെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യമാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു 3-4 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം പട്ട ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പുതിനയിലയും ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അരി ഒരുപാട് നേരം തിളയ്ക്കരുത്. 2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അരിക്ക് പകുതി വേവ് മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ചിക്കനായിട്ട് ദം ചെയ്യുമ്പോൾ അത് കറക്റ്റ് വേവിന് കിട്ടുള്ളൂ. അതുകൊണ്ട് 2 മിനിറ്റിൽ കൂടുതൽ നമ്മൾ അരി തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം അരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം മറ്റൊരു അടുപ്പിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ വെച്ചിട്ടുള്ള ഉരുളി ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ചിക്കൻ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനത് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. റൈസ് ലെയർ ചെയ്യുന്ന സമയത്താണ് ഞാനത് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ സമയത്ത് തന്നെ 1/4 കപ്പ് വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ചിക്കൻ്റെ പീസസ് എല്ലാം നമുക്കൊന്ന് ലെവൽ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചോറ് ലെയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യവും ചോറ് ലെയർ ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം അടുത്ത ചോറ് ലെയർ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ചോറ് ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ്റെ മുകൾ ഭാഗത്തുള്ള ചോറ് നന്നായിട്ട് വെന്ത് കുഴയും. ഏറ്റവും മുകൾ ഭാഗത്ത് വെച്ചിട്ടുള്ള ചോറ് കറക്റ്റായിട്ട് കിട്ടും. നമ്മളിതുപോലെ വെയിറ്റ് ചെയ്ത് ഓരോ ലെയർ ഇടുമ്പോഴും വെയിറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാ ചോറും ഒരേ ടൈപ്പിലായിരിക്കും നമുക്ക് വെന്ത് കിട്ടുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുളിയുടെ എല്ലാ വശത്തേക്കും ആവണ രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ ചോറും ഇപ്പോൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഫുഡ് കളർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഫുഡ് കളറിന് പകരം 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു മിക്സാണ് നമ്മൾ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചോറിലേക്ക് കുറച്ച് ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു പഴയ ഫ്രൈ പാനോ ഒരു ദോശ തവയോ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് മുകളിലാണ് നമ്മൾ ദം ചെയ്യുന്ന ഉരുളി വെക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റാണ് ഞാനിതിപ്പോൾ ദം ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി 45 മിനിറ്റൊക്കെ ദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും അങ്ങനെ ഓവറായിട്ട് വെന്തിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കനും ദമ്മിൽ കിടന്ന് വെന്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. സവാള ഇഞ്ചിയൊന്നും അങ്ങനെ വഴറ്റി സമയം കളയണ്ട, അതുകൊണ്ട് സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.